ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ സ്കീം 2024 പുതിയ KTUവിൻ്റെ സിലബസ് പ്രകാരമുള്ള S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ള PBCET 404 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന വൺ ഓഫ് ദ കോർ സബ്ജക്റ്റാണ് സിവിൽ എഞ്ചിനീയറിംഗിലെ. അതിൻ്റെ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. ഇത് 4th സെമസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെയാണ്. സബ്ജക്റ്റ് നെയിം വരുന്നത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ, സബ്ജക്റ്റ് കോഡ് വരുന്നത് PBCET 404. ഇതിൻ്റെ ക്രെഡിറ്റ്സ് വരുന്നത് 4 ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒരു കോർ പേപ്പർ തന്നെയാണ് വരുന്നത്. ഫൈനൽ എക്സാം ഡ്യൂറേഷൻ വരുന്നത് 2.5 hours ആണ്. ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട്, അതായത് ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബേസിക് നോളജ് വേണ്ടത് PCCL 208 PCCET 303 ആണ്. അതിൻ്റെ അകത്ത് PCCL 208 എന്ന് പറഞ്ഞാൽ MOS ആണ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്. PCCET 303 എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ അനാലിസിസ് 1 ആണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെ ഒരു മിനിമം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ പഠിക്കുന്നത്. ഇനി ഈ സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ CIE മാർക്ക്, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്ക് 60 മാർക്സ് ആണ്. നോർമൽ ഒരു കോർ സബ്ജക്റ്റിന് അത് 40 ആണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ വരുന്നുണ്ട്. അതായത് ഇൻറ്റേർണൽ മാർക്സ് ആയിട്ട് 60 മാർക്സ് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഔട്ട് ഓഫ് 40 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്കൊന്ന് പോവാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 9 hours ആണ് KTU സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ പഠിക്കണം. ഡിസൈൻ ഫിലോസഫി, അതിൽ ഡിസൈൻ ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഇത് നമ്മളൊരു ഡിസൈൻ സബ്ജക്റ്റാണ്. അതിൽ നമുക്കൊരു റെഫറൻസ് കോഡ് ബുക്ക് ഉണ്ട്, IS 456/2000 എന്ന് പറയുന്ന ഡിസൈൻ കോഡ് നമുക്ക് ഹാൻഡ് ബുക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഹാൻഡ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് പറയുന്ന ഓരോ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ സബ്ജക്റ്റിലെ ഓരോ ഡിസൈനും നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫ്ലക്ചർ, അതായത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസും ഡിസൈനുമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ മൊത്തം അതിലേക്കാണ് വരുന്നത്. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് റെക്റ്റാങ്കുലർ ബീമിൻ്റെ ഡിസൈൻ, അതുപോലെ അതിൻ്റെ അനാലിസിസ് പ്രോബ്ലം. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇനി അടുത്തത് വരുന്നത് ഫൈനലി സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനും ഉണ്ട്, അനാലിസിസും ഉണ്ട്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് റെക്റ്റാങ്കുലർ ബീമിൻ്റെ ഡിസൈനും അനാലിസിസുമാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് തിയറി പോർഷൻസ് വരുന്നുണ്ട്. പിന്നെ കോഡൽ പ്രൊവിഷൻസിനെ പറ്റിയിട്ട് ബേസിക് ഐഡിയയും വരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഒരു പുതിയ മോഡൽ സബ്ജക്റ്റാണ്. നിങ്ങളിതിനു മുമ്പ് പഠിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സബ്ജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇതിൻ്റെ ബേസിക്കാണ്. അതായത് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനായിട്ട് സമയമെടുക്കും. പക്ഷേ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ സബ്ജക്റ്റാണ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് 9 hours ആണ് KTU സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനും തിയറിയും പ്രോബ്ലമാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 2 ടോപ്പിക്കാണ്. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമും പഠിക്കാനുണ്ട്, സ്ലാബും പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വന്നാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം പഠിക്കാനുണ്ട്. ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറഞ്ഞാൽ ഈ T ഷേപ്പിലുള്ളതും L ഷേപ്പിലുള്ള ബീമിനാണ് നമ്മൾ ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ബീമിൽ നിന്ന് നമുക്ക് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമും ഫ്ലാഞ്ച്ഡ് ബീമും പഠിക്കാനുണ്ട്. അടുത്തത് നമുക്ക് സ്ലാബുണ്ട്, 1 way സ്ലാബുണ്ട്, 2 way സ്ലാബുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം പഠിക്കണം, ഫ്ലാഞ്ച്ഡ് ബീം പഠിക്കണം, 1 way സ്ലാബ് പഠിക്കണം, 2 way സ്ലാബ് പഠിക്കണം. അപ്പോൾ അതിൻ്റെ തിയറി, അനാലിസിസ്, ഡിസൈൻ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. കുറച്ച് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് കംപ്രഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ കോളത്തിൻ്റെ ഡിസൈനാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് 9 hours ആണ് KTU സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കംപ്രഷൻ മെമ്പറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി, അതായത് ക്ലാസിഫിക്കേഷൻ, ഗൈഡ് ലൈൻസ്, അതിൻ്റെ അസംഷൻ, മോഡ് ഓഫ് ഫെയിലിയർ, അങ്ങനെ കുറച്ച് തിയറി പോർഷൻസ് ആദ്യം പഠിക്കാനുണ്ട്. അടുത്തത് നമുക്ക് ഒരു 3-4 ടൈപ്പ് കംപ്രഷൻ മെമ്പർ പഠിക്കാനുണ്ട്. ഒന്ന്
ആക്സിയലി ലോഡഡ് കംപ്രഷൻ മെമ്പർ, യൂണി ആക്സിയൽ ബെൻഡിങ്, ബയാക്സിയൽ ബെൻഡിങ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കണം. ഇനി അടുത്തത് ഡിസൈൻ ഓഫ് ആക്സിയലി ലോഡഡ് യൂണി ആക്സിയൽ ബെൻഡിങ് ആൻഡ് ബയാക്സിയൽ ബെൻഡിങ് കോളം. അപ്പോൾ 3 ടൈപ്പ് ഓഫ് കോളംസ് പഠിക്കാനുണ്ട്. ആക്സിയലി ലോഡഡ് കോളം പഠിക്കാനുണ്ട്, യൂണി ആക്സിയൽ ബെൻഡിങ് കോളം പഠിക്കാനുണ്ട്, ബയാക്സിയൽ ബെൻഡിങ് കോളം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് മൊഡ്യൂൾ 3 വരുന്നത്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത IS 456 എന്ന് പറയുന്ന കോഡ് ബുക്ക് കൂടാതെ SP16 കോളം ചാർട്ട് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ കോളം ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനിൽ നമുക്ക് 2 ടൈപ്പ് ഫൂട്ടിംഗ് ഉണ്ട്. ഡിസൈൻ ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ് പഠിക്കാനുണ്ട്, ഡിസൈൻ ഓഫ് റെക്റ്റാങ്കിൾ ഫൂട്ടിംഗ് പഠിക്കാനുണ്ട്. അത് ആക്സിയൽ ലോഡറിൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസുകളൊന്നും വരുന്നില്ല. 9 hours ആണ് നമുക്ക് മൊഡ്യൂൾ 4 നിന്നും സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കാനായിട്ട് ഇത്രയും പോർഷനേ ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഫൗണ്ടേഷനാണ് ടോപ്പിക്. ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യനും ചോദിക്കും. ഇനി 4th മൊഡ്യൂളിൽ ലാസ്റ്റ് കുറച്ച് പോർഷൻ പറയുന്നുണ്ട്. മോഡലിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് സിമ്പിൾ ഫ്രെയിംഡ് സ്ട്രക്ചർ ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സെമ്മിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ലാബ് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ലാബാണ് ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് വരുന്നത്. ഒന്ന് സോഫ്റ്റ്വെയർ ലാബും ഒന്ന് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് എന്ന് പറയുന്ന സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബുമാണ്. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ ലാബിൽ നിങ്ങൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ വെച്ച് ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഈ സെമ്മ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആ പ്രോജക്റ്റിന് 30 മാർക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കമ്പോണൻറ്റിൻ്റെയും ബേസിക് ഡിസൈൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ സോഫ്റ്റ്വെയർ ലാബ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ലാബിൽ നിങ്ങൾ പഠിക്കുന്നത് വെച്ചിട്ട് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ ഒരു പ്രോജക്റ്റ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് 30 മാർക്സ് ഇൻറ്റേർണലിലേക്ക് വരും. അപ്പോൾ ഓവറോൾ ഇത്രയാണ് നമുക്ക് സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത് 40 മാർക്കിൻ്റെ പരീക്ഷയെ ഉള്ളെങ്കിലും നമുക്ക് സാധാരണ ഒരു 60 മാർക്കിൻ്റെ എക്സാമിന് എന്തൊക്കെ പഠിക്കണോ അതിൽ കൂടുതൽ കണ്ടൻറ്റ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റ് വൈസ് നിങ്ങൾക്ക് കുറവൊന്നുമില്ല. അല്ലെങ്കിൽ 40 മാർക്ക് ആയതുകൊണ്ട് ചെറിയ സബ്ജക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അവരാകെ ചെയ്തത് ഇൻറ്റേർണൽ ഇൻക്രീസ് ചെയ്ത് എക്സ്റ്റേണൽ മാർക്ക് കുറച്ചെന്നേ ഉള്ളൂ. പക്ഷേ എക്സ്റ്റേണലിൽ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ്റെ എണ്ണവും പഠിക്കേണ്ട കണ്ടൻറ്റും ഒക്കെ സാധാരണ ഒരു കോർ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ അത്രയും തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കാം. നമുക്ക് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ 60 മാർക്കിലാണെന്ന് പറഞ്ഞായിരുന്നു. 60 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് നോർമൽ ഒരു സബ്ജക്റ്റ് പോലെ അറ്റൻഡൻസിന് നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടും. ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം ഔട്ട് ഓഫ് 12.5 നമ്മൾ ആവറേജ് എടുക്കും. സെക്കൻഡ് ഇൻറ്റേർണൽ മാർക്സ് നിങ്ങൾക്ക് 12.5 ആവറേജ് എടുക്കും. അപ്പോൾ നോർമലി ഈ ഒരു മാർക്ക് മാത്രമാണ് നമുക്ക് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അതുകൂടാതെ ഇവിടെ നമുക്ക് അസൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല, പ്രോജക്റ്റാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ പ്രോജക്റ്റാണ്. അപ്പോൾ അത് മാനുവലി അല്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അറ്റൻഡൻസ് പ്ലസ് നിങ്ങൾക്ക് 2 സീരീസ് മാർക്കിൻ്റെ ആവറേജ് മാർക്ക് പ്ലസ് പ്രോജക്റ്റ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഔട്ട് ഓഫ് 60 ആണ് വരുന്നത്. അപ്പോൾ 60 ആണ് ഇൻറ്റേർണൽ മാർക്കിൽ വരുന്നത്. ഇനി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ വരുന്നത് ഔട്ട് ഓഫ് 40 ആണ് വരുന്നത്. ഇവിടെയും പാർട്ട് എ പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിലേക്ക് വരുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മൊത്തം എത്രയാണ്? 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ച് പാർട്ട് എ 16 മാർക്സിനാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ വെയിറ്റേജ് കുറച്ചെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട കണ്ടൻറ്റും എഴുതേണ്ട കണ്ടൻറ്റും ഒക്കെ സെയിമാണ്. 2.5 മണിക്കൂറിൻ്റെ തന്നെ എക്സാമാണ്. ഒരു മാർക്കിൻ്റെ വെയിറ്റേജ് കുറച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം പണ്ടത്തെ സ്കീമിൽ 2019-15 സ്കീമിൽ ചോദിച്ചേക്കുന്ന ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. വെയിറ്റേജ് കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 2 സബ് ഡിവിഷൻസ് വേണമെങ്കിൽ ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കാണ് വരുന്നത്. അങ്ങനെ 4 × 6 24 മാർക്സാണ് പാർട്ട് ബിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, എക്സാം 40 മാർക്കിലാണെന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ട കണ്ടൻറ്റും
എഴുതേണ്ട കണ്ടൻറ്റും ഒക്കെ സാധാരണ ഒരു സബ്ജക്റ്റ് കോർ സബ്ജക്റ്റ് എഴുതുന്ന പോലെ തന്നെ വരും. അങ്ങനെ 6 കോഴ്സ് ഔട്ട്കംസാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന വഴി നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ വാങ്ങേണ്ടതായിട്ടുള്ള അത് പഠിക്കാൻ വേണ്ടി റെഫർ ചെയ്യേണ്ട കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടെക്സ്റ്റ് ബുക്കിലും ആ ഓതേഴ്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് വ്യത്യാസം ഉണ്ടാവും, സ്റ്റെപ്പുകൾ വ്യത്യാസം ഉണ്ടാവും, യൂസ് ചെയ്യുന്ന ഫോർമുലാസിൽ എന്തെങ്കിലും ചേഞ്ച് കാണും. ഈവൻ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വേറൊരു കോളേജിലെ ടീച്ചറിൻ്റെ നോട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന രീതി, കാരണം ഇത് ഡിസൈനാണ്, അപ്പോൾ പഠിപ്പിക്കുന്ന ആളുടെ രീതിയിൽ നമുക്കതിനെ പല പല സ്റ്റെപ്പുകൾ ചേഞ്ച് ചെയ്ത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ കണ്ടൻറ്റ് സെയിം ആണ്. പക്ഷേ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിൻ്റെയും പാറ്റേൺ വെച്ചിട്ട് അവർ പഠിപ്പിക്കുന്ന സ്റ്റെപ്പുകളും രീതികളും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഒരു എൻഡ് റിസൾട്ടിനല്ല മാർക്ക്. ഇപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് എടുത്ത ഓരോ സ്റ്റെപ്പിനും കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഇന്നതായിരിക്കണമെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡാണ്. ഈ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഡിസൈൻ സ്റ്റെപ്പിനാണ് മാർക്ക്. ഇപ്പോൾ ലോജിക്കലി കറക്റ്റായിട്ടുള്ള ഡിസൈൻ സ്റ്റെപ്പ് യൂസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു IS കോഡുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റിയ IS കോഡെന്ന് പറഞ്ഞാൽ ഇതാ IS 456 ഉപയോഗിക്കാം, IS 875, SP16, SP34. ഈ 4 കോഡ് ബുക്കുകളും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എക്സാം ഹോളിൽ പെർമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് ആദ്യമേ പ്രിൻ്റ് എടുത്ത് ടീച്ചറിൻ്റെ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാം. കോഡ് ബുക്കിൻ്റെ അകത്ത് യാതൊരുവിധ മാർക്കിങ്സും റൈറ്റിങ്സും ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കോഡ് ബുക്കിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഡിസൈൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോഡ് ബുക്ക് യൂസ് ചെയ്യുമ്പോൾ കോഡ് ബുക്കിൻ്റെ അകത്തുള്ള റെഫറൻസ് പേജ് നമ്മൾ ആൻസർ ഷീറ്റിൻ്റെ കൂടെ മെൻഷൻ ചെയ്യണം. കോഡ് ബുക്കിൻ്റെ അകത്തുള്ള ക്ലോസ് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. കോഡ് ബുക്കിലുള്ള ഇക്വേഷൻസ് നമ്മളതുപോലെ നമ്മുടെ ആൻസർ ബുക്കിലെറ്റിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഓരോ ഡിസൈൻ പഠിക്കുമ്പോഴും കോഡ് ബുക്കിലെ ഓരോ പേജ് നമ്പറിൽ ഒരു പർട്ടിക്കുലർ ക്ലോസിലുള്ള ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് മാർക്ക്. നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ഇപ്പോൾ X or Y 2 പേര് ഡിസൈൻ ചെയ്താൽ 2 ഉത്തരമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ഉത്തരത്തിനല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയറിനും സ്റ്റെപ്പിനുമാണ് ഈ ഒരു സബ്ജക്റ്റ് മാർക്ക്. പിന്നെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസൈൻ നന്നായിട്ട് പഠിച്ചാൽ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് മനസ്സിലാക്കി വെക്കുക, പഠിക്കാനുള്ള എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒരു ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു, നിങ്ങളുടെ ടീച്ചർ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് വേറെ ആയിരിക്കും, അവസാനം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും ട്യൂഷൻ സാറിൻ്റെ ആണെങ്കിൽ ഇത് തമ്മിൽ ഒരു മാച്ചിങ് ഉണ്ടാവില്ല. പല പല പാറ്റേണിലായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് പോകുന്നത്, വളരെ കൺഫ്യൂസിങ് ആയിട്ട് പോകും. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുക. കാരണം ടീച്ചേഴ്സ് മാറുന്നതനുസരിച്ച് അവരുടെ കൺസെപ്റ്റും അവരുടെ ആ ഒരു സ്റ്റെപ്സിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.